ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്യാരറ്റും പച്ചരിയും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പായസമാണ് കേട്ടോ. ഓണത്തിനൊക്കെ പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 3 ക്യാരറ്റും 1/4 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയിട്ട് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് 4 വിസിൽ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ക്യാരറ്റ് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരി കഴുകി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ജീരകശാല കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാരണ പച്ചരി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് പാലും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്ക കൂടെ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത്. നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് 2 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം പാലാണല്ലോ ഈ പ്രഷർ കുക്കറിൽ. അപ്പോൾ വിസിൽ വരുന്ന സമയത്ത് പാലിങ്ങനെ തിളച്ച് വരും. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വിസിൽ വരുന്നതിന് തൊട്ട് മുൻപ്, ഫസ്റ്റ് വിസിൽ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഓഫ് ചെയ്ത് കൊടുത്താലും ഇത് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് 2 വിസിൽ അങ്ങോട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ക്യാരറ്റ് നല്ലപോലെ തണുത്ത് വന്നപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പ്രഷർ കുക്കറിൽ ആവിയൊക്കെ പോയിട്ട് ഈ അരി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പാകത്തിന് അരി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ആ ഒരു കൂട്ടില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ബാക്കി 1 കപ്പും കൂടെ പാലുണ്ട്. നമ്മൾ 2 കപ്പ് പാൽ വെച്ചിട്ടാണ് കേട്ടോ ഈ പായസം ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് മുൻപായിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമൊന്നുമില്ല, ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. വീട്ടിൽ തന്നെ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരി പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരിയിട്ട് ആ നെയ്യിലേക്ക് നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇല്ലേ, അത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് നെയ്യിൽ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പായസം ചെറുതായിട്ടൊന്ന് ചൂട് പോകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാഷ്നട്ട്സും റൈസിൻസും നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ഇല്ലേ, അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു ക്യാരറ്റ് റൈസ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്